Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ കുറുമയാണ്. വളരെ ക്രീമിയും വളരെ സിൽക്കി സ്മൂത്തുമായിട്ട് മൈൽഡ് സ്പൈസ് ഉള്ളൊരു ഡിഷാണ് ചിക്കൻ കുറുമ. നമ്മളുടെ ഒരു വ്യൂവർ കുറേ നാളായിട്ട് എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും കമൻറ്റ് ചെയ്യാണ് ആൾക്ക് നല്ലൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച്. ഷേർലി അലക്സ് എന്നാണ് ആളുടെ പേര്. ആളൊരു സ്റ്റുഡൻ്റ് ആണ്, PG സ്റ്റുഡൻ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളുടെ ന്യൂ ജനറേഷനിലുള്ള മിക്കർക്കും തന്നെ കുക്കിംഗ് അത്ര പരിചയമില്ല. അപ്പോൾ കുക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നമ്മളുടെ ന്യൂ ജനറേഷനിലുള്ള ഒരു പിള്ളേർ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അവർക്ക് നല്ലൊരു റെസിപ്പി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമ എന്ന് തന്നെ പറയാം. വളരെ ഈസി ആയിട്ട് തന്നെ വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് കുട്ടികൾക്കും വലിയവർക്കും ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് റെഡിയാക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി തന്നെ മീഡിയം സൈസിലുള്ള 4 സവാള നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു ബഞ്ച് മല്ലിയില നമ്മൾ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഞാനിത് ഉപയോഗിക്കുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു നൈഫാണ്. നമ്മുടെ വ്യൂവേഴ്സ് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു നല്ലൊരു നൈഫിൻ്റെ ലിങ്ക് ഇടാവോ എന്ന്. നല്ലൊരു നൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് 1 കിലോ ഉള്ള ഒരു ചിക്കനാണ്. ഞാനിത് ഉപയോഗിക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ചൈനീസ് ചോപ്പർ സ്റ്റൈലുള്ള നൈഫാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ള നൈഫ് ഉപയോഗിക്കുകയാണെങ്കിൽ കട്ടിങ് നമുക്ക് വളരെ ഈസി ആയിരിക്കും. നമുക്ക് ഈ ചിക്കൻ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിന്ന് ഉപയോഗിക്കുന്നത് ചിക്കൻ വിത്ത് സ്കിന്നാണ്. നിങ്ങൾക്ക് ചിക്കൻ വിത്ത് സ്കിന്ന് കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിൻലെസ് ചിക്കൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യമായുള്ള ചിക്കൻ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് കാണാവുന്ന മാതിരി ഒരു മീഡിയം സൈസിലാണ് നമ്മളിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അടുത്തതായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇടാം. നിങ്ങൾക്ക് ഗീ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗീ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം നമുക്കിടാം. ജീരകം ഇട്ട് ക്രാക്ക് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒനിയൻ ഇട്ട അപ്പം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മളുടെ ഒനിയൻ ഒരു ഹാഫ് വേ ത്രൂ കുക്കായി കഴിയുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ ചില്ലിയും പകുതി മല്ലിയിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ഒനിയൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ ഒനിയൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പൈസസ് നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇത് ഒനിയനുമായിട്ട് മിക്സ് ചെയ്യാം. ഒനിയൻ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് കാഷ്നട്ട് ഇടാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളിന്ന് ബ്രോക്കൺ കാഷ്നട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി കാഷ്നട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബ്രോക്കൺ കാഷ്നട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ചിലവ് കുറയ്ക്കാനും എന്നാൽ ടേസ്റ്റിൽ വലിയ വ്യത്യാസമില്ലാണ്ട് ചെയ്യാനും നമുക്ക് പറ്റും. അടുത്തായിട്ട് ഇത് നന്നായി തിളച്ച് കാഷ്നട്ട് വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു 3 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് തിളപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒനിയനും നമ്മളുടെ കാഷ്യൂവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തായിട്ട് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമ്മളുടെ ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ പേര് ഈ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ലിങ്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായി സ്റ്റൗ ഓണാക്കി 1 കപ്പ് കുക്കിംഗ് ക്രീം ഇതിലേക്ക് ഒഴിക്കാം. കുക്കിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഇല്ല, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് മിൽക്ക് ഒഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല. അടുത്തായിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട് ചെയ്ത് കഴുകിയെടുത്താൽ നമ്മളുടെ 1 കിലോ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് വെച്ച് നമുക്കൊരു 10 തുടങ്ങി 15 മിനിറ്റ് വരെ
മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ കുർമ ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഉറപ്പായിട്ടും കേൾക്കുക. ഇത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആദ്യമായി തന്നെ നമ്മുടെ ചിക്കൻ കുർമ എന്ന് പറയുന്നത് 2 സ്റ്റൈലുണ്ട്. ഒന്ന് സൗത്ത് ഇന്ത്യൻ സ്റ്റൈല്, പിന്നെ വേറൊന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ കുർമയും സൗത്ത് ഇന്ത്യൻ കുർമയും തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ കുറുമയിൽ നമ്മൾ ക്രീമിന് പകരം നമ്മൾ കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ടേസ്റ്റിലും ഡിഫറൻസ് വരും, ഇതിൽ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനും ഡിഫറൻസ് വരും. നിങ്ങൾക്കറിയാവുന്ന മാതിരി നമ്മുടെ ഹെവി ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമിനേക്കാളും ഹെൽത്തിയർ ആണ് കോക്കനട്ട് മിൽക്ക്. പക്ഷേ നമ്മൾ ഹെവി ക്രീം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ക്രീം നമ്മുടെ കുറുമയ്ക്കകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഫാർ ബെറ്റർ ആയിരിക്കും. അപ്പം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഹെൽത്തി കുറുമ വേണോ അതോ ടേസ്റ്റി കുറുമ വേണോ. അതുമാതിരി തന്നെ കുക്കിംഗ് ക്രീം എന്ന് പറയുന്നത് അത്ര നമ്മുടെ ഹെൽത്തിന് ബാഡ് അല്ല. ഇതിൽ ആകെപ്പാടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുക്കിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഹെവി ക്രീം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് കാരണമാകും. അതുമാതിരി തന്നെ നിങ്ങൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ഒരാളാണ്, സ്റ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ നോർത്ത് ഇന്ത്യൻ കുറുമ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പോർഷൻ സൈസ് കുറച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ കാലറീസ് കുറയ്ക്കുന്നത് കൊണ്ട് അത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം 10 to 15 മിനിറ്റ്സ് മാക്സിമം കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചിക്കൻ ഓവർ കുക്ക് ആകുന്നതിനനുസരിച്ച് നമ്മളുടെ ചിക്കനകത്തുള്ള ജ്യൂസസ് നമ്മളുടെ ഗ്രേവിയിലേക്ക് വന്ന് നമ്മളുടെ മീറ്റ് ഡ്രൈ ആയി പോകുന്നൊരു കാര്യം സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ജ്യൂസി ആയിട്ടിരിക്കാനായിട്ട് മാക്സിമം ഈ ഒരു ടൈം പീരീഡ് മാത്രം കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്ലെയിമിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ചിലപ്പോൾ 10 മിനിറ്റ് മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 15 മിനിറ്റ് വേണ്ടി വരും. അതുമാതിരി ഗൈസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള വേറൊരു കാര്യമാണ്, നമ്മുടെ ഈ ചാനൽ ഗ്രോ ചെയ്യാനും അതുമാതിരി നമ്മളുടെ കൂടുതൽ മലയാളി സുഹൃത്തുക്കൾക്ക് എത്തുവാനായിട്ട് നിങ്ങൾ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് അടിക്കുക. അതുമാതിരി തന്നെ നിങ്ങളുടെ കുക്കിംഗ് താല്പര്യമുള്ള ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി ഞാൻ എല്ലാ കമന്റ്സും വായിക്കാറുണ്ട്, എല്ലാ കമന്റ്സിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ കാണുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ കമന്റ്സിനും റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ സജഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എഴുതി അറിയിക്കുക. അടുത്തായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ എന്തായെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മൾ ആദ്യം വിട്ട ഗീ എല്ലാം നല്ല രീതിയിൽ തിളച്ച് ഇതിന് മുകളിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. അടുത്തായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയില ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ കിച്ചൺ നല്ല അടിപൊളി ചിക്കൻ കുർമയുടെ സ്മെല്ലാണ്, ഉറപ്പായിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്കിന്ന് പ്ലേറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്രേവി എടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത മല്ലിയില നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. Now we have the final product, North Indian style chicken kurma. നിങ്ങൾക്ക് കാണാൻ വരി നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സിൽക്കി സ്മൂത്ത് ക്രീമി ആയിട്ടുള്ള ഗ്രേവി. ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നത്, നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന ഒരു ഡിഷായിട്ട് ഇത് മാറുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഗൈസ്, നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി കുറേ നമ്മളുടെ വ്യൂവേഴ്സ് പറഞ്ഞു ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് മെയിൻ കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഹിറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. സോ അൻറ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.